നമ്മുടെ മലയാളി പെൺകുട്ടി സാവരിയയുടെ ക്രൂര കൊലപാതകം. സദറുൽ അനം ഉസ്ബെക്കിസ്ഥാൻ ജയിലിലാണ്. ഏറ്റവും കടുത്ത ശിക്ഷ അയാൾക്ക് മേടിച്ചു കൊടുക്കണം. ഉസ്ബെക്കിസ്ഥാൻ ജയിലിൽ നിന്ന് ഇന്ത്യയുമായി ട്രീറ്റി ഉള്ളതുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ മേടിച്ചു കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരുപക്ഷെ തൂക്കുകയറോ സമാനമായ കടുത്ത ശിക്ഷകളോ മേടിച്ചു കൊടുക്കണം. ഷാരനെ ഗ്രീഷ്മ ക്രൂരമായി കൊല്ലുമ്പോൾ, വിഷം കൊടുത്ത് കൊല്ലുമ്പോൾ നമ്മളെല്ലാം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വേണമെന്ന് പറയുന്നതിന്റെ റീസൺ ഒരുപക്ഷെ തൂക്കുകയർ കിട്ടില്ല, റയറസ്റ്റ് ഓഫ് ദി റയർ അല്ല, ഏറ്റവും കടുത്ത നിലപാട് തന്നെ ആ വിഷയത്തിൽ സമൂഹം എടുക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഈ പെൺകുട്ടിക്ക് എതിരെ ഇയാളുടെ നിർബന്ധിത മതപരിവർത്തന ആരോപണം സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായി ഇടപെട്ട ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുകയും സാവരിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാവിധ പിന്തുണ കൊടുക്കുകയും ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കപ്പോൾ അതിന്റെ വാർത്ത കാണാം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവം ഇടപെട്ട് KC വേണുഗോപാൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സ്ഥാനപതിക്ക് കത്തയച്ചു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയയുടെ മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് ശ്രീ KC വേണുഗോപാൽ MP ഇത് ആവശ്യപ്പെട്ട് അവിടുത്തെ സ്ഥാനപതിക്ക് കത്തയക്കുകയും ചെയ്തു. 22 വയസ്സേ ഉള്ളൂ. ഓർക്കുക, എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും അച്ഛനമ്മമാർ ഈ കുട്ടിയെ അവിടെ പഠിക്കാൻ വിടുന്നത്. അവിടുത്തെ സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാല ബുഖാറയിലാണ് പഠിക്കുന്നത്. സഹപാഠിയുടെ ആക്രമണത്തിൽ ആണ് കൊല്ലപ്പെട്ടത്. അവിടുത്തെ കാര്യങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തേകൊണ്ട് ജനീഷ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ബന്ധുവാണ് അവിടെ ഉള്ളത്. അതെല്ലാം ശ്രീ KC വേണുഗോപാൽ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വേദനയുള്ള ഒരു സംഭവമാണ്. ലാപ്ടോപ്പ് കൊണ്ടാണ് ഇയാൾ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയത്. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് 2 ആൾക്കാരും. 4 ദിവസം മുമ്പാണ് സംഭവം ഉണ്ടായെന്ന് ബന്ധുക്കൾ പറയുന്നു. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും മരിക്കുകയുമാണ് ചെയ്തത്. ഇനി 2 വളരെ ഗൗരവത്തോടെ തന്നെ നിർബന്ധിത മതപരിവർത്തന ആംഗിളും ഇതിൽ ആരോപിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇനി 2 ക്രൂരമായി ഈ പെൺകുട്ടിയെ തല്ലി ചതയ്ക്കുകയും മറ്റും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. മതവും വിശ്വാസവും പോലുള്ള സെൻസിറ്റീവായ വിഷയങ്ങൾ ഈ പ്രായത്തിലെ പിള്ളേരൊന്നും എടുക്കരുത്. അതൊക്കെ വളരെ സെൻസിറ്റീവും ഒരുപാട് അറിവും പഠനവും ഒക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു മേഖലയാണ്. ഇതേപോലെ ഒരു പ്രായമില്ലാത്ത കൊച്ചു പിള്ളേര് ഏതെങ്കിലും രീതി, ഇനി ഇവർക്ക് തമ്മിൽ ബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല, അത്തരം ഒരു ആംഗിൾ പലപ്പോഴും വരുന്നില്ല. അടുത്ത സുഹൃത്തുക്കളാണെന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മാതൃഭൂമി മീഡിയ വണ്ണും 2 പേരും നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. കാലു മുതൽ തല വരെ ചതച്ചാണ് കൊലപ്പെടുത്തിയെന്ന് മീഡിയ വണ്ണും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2ന്റെയും വാർത്ത കേൾക്കാം. 2 മാധ്യമങ്ങളും വളരെ സെൻസിറ്റീവായി റെസ്പോൺസിബിൾ ആയി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠി കൊലപ്പെടുത്തിയ ഹൈപ്പാട് സ്വദേശിയായ പെൺകുട്ടി നേരിടുന്ന അതിക്രൂര പീഡനം. സാവരിയ ബസന്തിന്റെ ശരീരമാസകല മുറിവുകളും ചടവുകൾ. പ്രതി മലപ്പുറം സ്വദേശിയായ സദറുൽ അനം സാവരിയെ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന് സഹപാഠികൾ പറയുന്നു. ഉസ്ബെക്കിസ്ഥാൻ പോലീസ് സഹപാഠികളും പറയുന്നുണ്ട്. അതുകൊണ്ട് വീട്ടുകാരുടെ ഒരു ആരോപണം മാത്രമല്ല, സഹപാഠികളും പറയുന്നുണ്ട്. അപ്പം അത് സത്യം തന്നെയാണ്, അത് വാസ്തവം തന്നെയാണ്. മൊഴി നൽകിയെന്ന് ഇവർക്കൊക്കെ ഈ 10-21 വയസ്സുള്ള പയ്യൻ എന്താണ് മതത്തെ കുറിച്ച് അറിയുന്നത്? അവിടെയൊക്കെയാണ് അനാവശ്യമായ തീവ്രതയും അനാവശ്യമായ തെറ്റായ ചിന്തകളുമാണ്. ഒരു ഫാർ എക്സ്ട്രീം മെന്റാലിറ്റിയാണ്. അതൊന്നും ഒരു കാരണവശാലും ശരിയല്ല. പെൺകുട്ടികളുടെ ബന്ധുക്കൾ എന്റെ കാരണം എന്താ അറിയോ? അപ്പൊ ഇവർക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല, അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മാധ്യമങ്ങൾ പറഞ്ഞില്ല. ഷാറൂഖ് ഖാനും ഗൗരിയും, ഷാറൂഖ് ഖാൻ മുസ്ലിമാണ്, ഗൗരി ഹിന്ദുവാണ്. 2 പേരും കല്യാണം കഴിക്കുന്നു. വീട്ടില് ഖുറാനും ഉണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഹാപ്പിയായി ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. നേരെ തിരിച്ച് ഹിന്ദുവായ സുനിൽ ദത്തും മുസ്ലിമായ നർഗിസും അവർ കല്യാണം കഴിച്ചാണ് സഞ്ജയ് ദത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രമുഖ നടനുണ്ടാകും. 2 പേരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോ മനഃപൂർവ്വം ഇത്തരം തീവ്രത കൊണ്ടുവരുന്നതിന് യാതൊരു ന്യായീകരണവും ആരോപിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളായിരുന്നു സാവറിയയും സദറുൽ അനവും. അവിടുത്തെ രീതി പ്രകാരം പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ ഹോസ്റ്റലായിരുന്നു താമസിക്കുന്നത്. കഴിയുന്നത്ര മിക്സഡ് ഹോസ്റ്റൽ പോലുള്ള സംവിധാനങ്ങൾ പല അർത്ഥത്തിലും ഗുണവും ചെയ്യില്ല. അത് മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നെ എടുക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സാവരിയെ സദറുൽ അനം അവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ശരീരത്ത് ആകമാനം പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ പെൺകുട്ടിയെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ശരീരത്തെ പാടുകൾ എന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ ബന്ധുവിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാലു മുതല് തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പൊ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിരുന്നു.
അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സാവരിയെ സഹപാഠിയായ സദറുൽ അനം നിരന്തരം മതപരിവർത്തനത്തിന് ശ്രമിച്ചിരുന്നുവെന്നും പെൺകുട്ടി ഇത് നിരസിച്ചിരുന്നുവെന്നുള്ള ഗുരുതര ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക, അവിടെയുള്ള ആ പിള്ളേര് അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, അവള് സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേര് പറഞ്ഞത്. അപ്പം അവരെ എന്താ പറയണേ, അവര് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഫേസ് വാല്യൂവിൽ എടുക്കണം. റീസൺ വേറൊന്നും കൊണ്ടല്ല, അവർക്കാണ് നഷ്ടം ഉണ്ടായത്, ആ കുടുംബത്തിനാണ് നഷ്ടം ഉണ്ടായത്. മീഡിയ അവന് നന്നായി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹരിപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥിനി സാവരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സംഭവത്തിൽ ഹരിപ്പാട് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പ്രതി പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനാം ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ട വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിലും പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ നിയമ നടപടി സാധ്യമല്ലായിരുന്നു. ഈ സാഹചര്യം മറികടക്കാനാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പ്രതി സദറുൽ ആനം മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ബോഡിയിൽ ഉണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാലു മുതല് തലവരെ ചതച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ വെച്ചു പൊറിപ്പിക്കരുത്. ഏറ്റവും ശക്തമായ ആക്ഷൻ വേണം. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, ആ പെൺകുട്ടിയുടെ കൂട്ടുകാർ പറയുന്ന മൊഴി വിശ്വസിക്കാതെ നമുക്ക് വേറൊരു തരമില്ല. കാര്യം അവർക്കാണ് നഷ്ടം ഉണ്ടായത്, അവർക്ക് പറയുന്നതിനാണ് ക്രെഡിബിലിറ്റി കൂടുതൽ. ഇയാൾ ഒരു കൊലപാതകിയാണ്. അപ്പോ തീർച്ചയായും രൂക്ഷമായ നടപടികൾ വേണം, അതികടുത്ത നടപടികൾ സദറുൽ ആനത്തിനെതിരെ വേണം. ഏറ്റവും കൂടുതൽ ശിക്ഷ എത്ര മേടിച്ചു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ നിയമ സംവിധാനം അത്രയും ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ട KC വേണുഗോപാൽജിക്കും അഭിനന്ദനങ്ങൾ.